നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കാലാതീതമായ സർഗസൃഷ്ടികൾ മലയാളിക്ക് സമ്മാനിച്ച കലാകേരളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീനിക്ക് വിട നൽകി നാട്. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. തൃപ്പുണിത്തുറ കണ്ടനാട്ടെ വീട്ടുവളപ്പിലാണ് ചടങ്ങുകൾ നടന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. എന്നും എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്നെഴുതിയ ഒരു പേപ്പറും പേനയും ശ്രീനിവാസന്റെ ഭൗതിക ശരീരത്തിൽ വെച്ചതിന് ശേഷമാണ് വിനീത് ശ്രീനിവാസൻ ചിതയ്ക്ക് തീ കൊളുത്തിയത്. മലയാളക്കരയാകെ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംസ്കാര ചടങ്ങിലേക്കെത്തി. ശനിയാഴ്ച രാവിലെ ഡയാലിസിസിനായി സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ശ്വാസതടസ്സം അനുഭവപ്പെട്ട ശ്രീനിവാസനെ തൃപ്പുണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെയാണ് അന്ത്യം സംഭവിച്ചത്. ടൗൺഹാളിലും വീട്ടിലുമായി പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേരെത്തിയിരുന്നു. 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിനാണ് അന്ത്യമായത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ ചിരിയുടെ മേമ്പടിയോടെ അവതരിപ്പിക്കാനുള്ള ശ്രീനിവാസന്റെ കഴിവ് സവിശേഷമായിരുന്നു. എക്കാലവും ഓർത്തിരിക്കാൻ ഒരു പിടി സിനിമകളും കഥാപാത്രങ്ങളും സമ്മാനിച്ച അതുല്യ കലാകാരന് മലയാളി സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ മരണമില്ല. തദ്ദേശോത്സവത്തിൽ ആഘോഷത്തോടെ സ്ഥാനാരോഹണങ്ങൾ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. കേരളത്തിൽ 2 ഘട്ടങ്ങളിലായി ഡിസംബർ 9, 13 തീയതികളിലായി നടന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞ 13-ാം തീയതിയാണ് നടന്നത്. മുൻ ഭരണസമിതിയുടെ കാലാവധി ഡിസംബർ 20-ന് പൂർത്തീകരിച്ചതോടെയാണ് അവധി ദിനമായ ഞായറാഴ്ച തന്നെ ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നത്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും രാവിലെ 10-ന് സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിച്ചു. കോർപ്പറേഷനുകളിൽ രാവിലെ 11:30-ക്കാണ് സത്യപ്രതിജ്ഞ നടന്നത്. ഏറ്റവും മുതിർന്ന അംഗം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും കളക്ടർമാരും മറ്റിടങ്ങളിൽ അതത് ഭരണാധികാരികൾക്കുമായിരുന്നു ചുമതല. ആദ്യ ഭരണസമിതി യോഗവും ഇന്ന് നടന്നു. നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി ശനിയാഴ്ച അവസാനിച്ചതിനാലാണ് അവധി ദിനമായിട്ടും ഇന്ന് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചത്. മലപ്പുറത്തെ 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ കാലാവധി അവസാനിക്കാത്തതിനാൽ ഡിസംബർ 22-നും അതിനുശേഷവുമാണ് സത്യപ്രതിജ്ഞ. മേയർ, ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് ഈ മാസം 26-നും പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് 27-നും നടക്കും. ആഘോഷപ്പൊലിമയിൽ കുന്നംകുളം നഗരസഭയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. നഗരസഭ ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ റിട്ടേണിംഗ് ഓഫീസർ, ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ താര മനോഹരൻ വരണാധികാരിയായി. മുതിർന്ന കൗൺസിലർ പുഷ്പ ജോൺ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് 38 കൗൺസിലർമാർക്കും പുഷ്പ ജോൺ സത്യവാചകം ചൊല്ലി പ്രതിജ്ഞയെടുപ്പിച്ചു. നഗരസഭാ സെക്രട്ടറി KK മനോജ് സ്വാഗതവും നഗരസഭാ എഞ്ചിനീയർ ബിനോയ് ബോസ് നന്ദിയും പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ, പ്രവർത്തകർ, സ്ഥാനാർത്ഥികളുടെ കുടുംബാംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. 39 അംഗ ഭരണസമിതിയിൽ 18 സീറ്റ് നേടിയ LDF ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. UDF-ന് 9 അംഗങ്ങളും BJP-ക്ക് 7 അംഗങ്ങളും RMP-ക്ക് 4 അംഗങ്ങളുമുണ്ട്. ഒരു കോൺഗ്രസ് വിമതയും വിജയിച്ചിരുന്നു. 2015-ലും 2020-ലും കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടുകൂടി CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരണം നടത്തിയിരുന്നത്. ഇതേ സ്ഥിതിവിശേഷം തന്നെ ഇക്കുറിയും തുടരും. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന സമയത്ത് ഭരണത്തിനായി കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ സജീവമായി നടന്നിരുന്നെങ്കിലും പിന്നീട് UDF പ്രതിപക്ഷത്തിരിക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും UDF മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന
അഡ്വക്കേറ്റ് CB രാജീവ് വ്യക്തമാക്കിയിരുന്നു. ഇതോടെ ശനിയാഴ്ചത്തെ ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടാകില്ലെന്നാണ് സൂചനകൾ. ചാവക്കാട് നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രാദേശിക പാർട്ടി നേതൃത്വത്തിന്റെയും നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരുടെയും കൗൺസിലർമാരുടെ കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലായിരുന്നു സ്ഥാനാരോഹണം. റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ വ്യവസായ വകുപ്പ് മാനേജർ എസ് ഷീബ, കൌൺസിലിലെ മുതിർന്ന അംഗം 18-ാം വാർഡിൽ നിന്നുള്ള CPM പ്രതിനിധിയായ PI വിശ്വംഭരന് ആദ്യമായി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് 1 മുതലുള്ള വാർഡുകളിൽ നിന്ന് വിജയിച്ചവർക്ക് PI വിശ്വംഭരൻ സത്യവാചകം ചൊല്ലി നൽകി. LDFിലെ P. യതീന്ദ്രദാസ് ഒഴികെ 20 അംഗങ്ങൾ ദൃഢപ്രതിജ്ഞയെടുത്തപ്പോൾ P. യതീന്ദ്രദാസ് ഈശ്വരനാമത്തിൽ പ്രതിജ്ഞയെടുത്തു. UDFിൽ മുസ്ലിം ലീഗിലെ 3 അംഗങ്ങളും കോൺഗ്രസ് 5, 6 വാർഡിലെ അംഗങ്ങളും അള്ളാഹുവിന്റെ നാമത്തിലും, 9-ാം വാർഡിലെ ഷർമിള സത്താർ ദൈവനാമത്തിലും, 12-ാം വാർഡിലെ ജോയ്സ് ടീച്ചർ തോമസ് ലീഹായുടെ നാമത്തിലും, ബാക്കിയുള്ള കോൺഗ്രസ് അംഗങ്ങൾ ഈശ്വരനാമത്തിലും പ്രതിജ്ഞയെടുത്തു. നഗരസഭാ സെക്രട്ടറി ആകാശ് സ്വാഗതവും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ റീഷ്മ സന്തോഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് മുതിർന്ന അംഗം PI വിശ്വംഭരന്റെ അധ്യക്ഷതയിൽ ആദ്യ കൌൺസിൽ യോഗം ചേർന്നു. LDF അംഗങ്ങൾ KP വത്സലന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് സത്യപ്രതിജ്ഞയ്ക്കെത്തിയത്. UDF അംഗങ്ങൾ ചാവക്കാട് നിന്നാണ് സംഘമായി എത്തിയത്. ചടങ്ങ് കാണുവാനും നിരവധി പേരുണ്ടായിരുന്നു. വെള്ളിയാഴ്ചയാണ് ചെയർമാൻ തിരഞ്ഞെടുപ്പ്. ഗുരുവായൂർ നഗരസഭയിലെ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാവിലെ 10-ന് ടൗൺ ഹാളിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുതിർന്ന അംഗം AT ഹംസയ്ക്ക് വരണാധികാരി N. വിജയകുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് AT ഹംസ ചൊല്ലിക്കൊടുത്ത സത്യവാചകം മറ്റംഗങ്ങൾ ഏറ്റുചൊല്ലി. സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാൻ വലിയ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. ചുമതലയേറ്റ അംഗങ്ങൾക്ക് ആരോഗ്യ വിഭാഗം ഫലവൃക്ഷ തൈകൾ സമ്മാനിച്ചു. തുടർന്ന് മുതിർന്ന അംഗത്തിന്റെ അധ്യക്ഷതയിൽ ആദ്യ യോഗം ചേർന്നു. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് 26-ന് നടക്കുന്നത് സംബന്ധിച്ച് വരണാധികാരി വിശദീകരിച്ചു. NK അക്ബർ MLA, മുൻ നഗരസഭാ ചെയർപേഴ്സൺമാരായ M. കൃഷ്ണദാസ്, VS രേവതി, PS ജയൻ തുടങ്ങിയവർ കൗൺസിലർമാർക്ക് ആശംസകൾ നേർന്നു. കാൽനൂറ്റാണ്ടായുള്ള ഭരണം തുടരാനായതിന്റെ ആഹ്ലാദത്തിലാണ് ഇടതുപക്ഷം. 46-അംഗ ഭരണസമിതിയിൽ LDFന് 26 അംഗങ്ങളും UDFന് 17 അംഗങ്ങളും BJPക്ക് 2 അംഗങ്ങളുമാണുള്ളത്. ഒരു സ്വതന്ത്രയും വിജയിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. 19 അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് EMS സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ റിട്ടേണിംഗ് ഓഫീസർ, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അജിൽ P. വേണുഗോപാൽ, മുതിർന്ന അംഗമായ AS ചന്ദ്രന് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. 11 പേർ ദൈവനാമത്തിലും 8 പേർ ദൃഢപ്രതിജ്ഞയുമാണ് എടുത്തത്. തുടർന്ന് AS ചന്ദ്രന്റെ അധ്യക്ഷതയിൽ ഭരണസമിതിയുടെ ആദ്യ യോഗം ചേർന്നു. ഭരണസമിതിയിൽ 9 LDF അംഗങ്ങളും 9 UDF അംഗങ്ങളും 1 BJP അംഗവുമാണ് ഉള്ളത്. LDF, UDF അംഗങ്ങൾ തുല്യനിലയിലായതിനാൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഏറെ ശ്രദ്ധേയമാകും. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 17-അംഗ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. മറ്റം സെന്ററിൽ നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വിജയിച്ച ഇടതുപക്ഷ അംഗങ്ങളുമായി പ്രകടനത്തോടെയാണ് LDF പ്രവർത്തകർ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയത്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് കോൺഗ്രസ് അംഗങ്ങളും പ്രവർത്തകരും ഒത്തുകൂടിയ ശേഷം സത്യപ്രതിജ്ഞ നടക്കുന്ന പഞ്ചായത്ത് ഓഫീസിലേക്കെത്തി. വരണാധികാരിയായ കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ, പ്രായം കൂടിയ ജനപ്രതിനിധി 8-ാം വാർഡിൽ നിന്നും വിജയിച്ച LDF അംഗം ഗംഗാധരൻ മാസ്റ്റർക്ക് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് വാർഡുകളുടെ ക്രമത്തിൽ അംഗങ്ങൾക്ക് ഗംഗാധരൻ മാസ്റ്റർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. MP സജീബ്, സൗമ്യ നിമീഷ്, സുൽഫത്ത് ബക്കർ, സൗമ്യ ധനേഷ്, നിവ്യ റനീഷ്, സാഫിർ ആസീസ്,
വിനു ജോൺസൺ, ലിയ ജോജോ, ജോൺ കാക്കശ്ശേരി, സിമി സ്റ്റെൽസൺ, ആൻലി ജിബി, CK സുദീപ, സുനിത ഉണ്ണിമോൻ, VV തിലകൻ, VK ദാസൻ, KT മനോജ് എന്നിവരാണ് ക്രമത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലി അംഗങ്ങളായി ചുമതലയേറ്റത്. പ്രവർത്തകരുടെ ആവേശകരമായ മുദ്രാവാക്യം വിളികൾ പ്രതിധ്വനിച്ച അന്തരീക്ഷത്തിൽ മുതിർന്ന പാർട്ടി നേതാക്കൾക്കും മുൻ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും ഹസ്തദാനം നൽകിയാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലിയത്. സത്യപ്രതിജ്ഞ ചൊല്ലി ചുമതലയേറ്റവരിൽ നിലവിലെ ഭരണസമിതിയിൽ അംഗമായിരുന്ന നിവ്യ റിനീഷ്, വിവിധ കാലഘട്ടങ്ങളിലെ മുൻ ഭരണസമിതികളിൽ അംഗങ്ങളായിരുന്ന VV തിലകൻ, VK ദാസൻ, സുൽഫത്ത് ബക്കർ എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. 12ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 24 വയസ്സുള്ള കോൺഗ്രസ് അംഗം ആൻലി ജിബിയാണ് പുതിയ ഭരണസമിതിയിലെ ബേബി. കഴിഞ്ഞ 10 വർഷം ഇടതുഭരണമാണ് പഞ്ചായത്തിൽ നടക്കുന്നത്. പുതിയ ഭരണസമിതിയിലും LDFന് വ്യക്തമായ ആധിപത്യമാണുള്ളത്. 17ൽ 13 പേരും CPIM പ്രതിനിധികളാണ്. സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയായ ശേഷം ആദ്യ ഭരണസമിതി യോഗം ചേർന്നു. ഗംഗാധരൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വരണാധികാരി A. മൊയ്തീൻ, പഞ്ചായത്ത് സെക്രട്ടറി K. രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി CO. ആൻഡോ എന്നിവർ സംബന്ധിച്ചു. അംഗങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയ ശേഷം 27-ന് നടക്കുന്ന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നോട്ടീസ് അംഗങ്ങൾക്ക് കൈമാറിയതോടെയാണ് യോഗത്തിന് സമാപനമായത്. പൊന്നിയൂർക്കുളം പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ആൽത്തറ PM പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി RS ശ്രീലത സ്വാഗതം പറഞ്ഞു. റിട്ടേണിംഗ് ഓഫീസർ TA ഗോപകുമാർ, മുതിർന്ന അംഗവും ചമനൂർ 8ാം വാർഡിൽ നിന്ന് വിജയിച്ച അംഗവുമായ UDFലെ ഹസൻ തളികശ്ശേരിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് പഞ്ചായത്തിലെ 20 മെമ്പർമാർക്കും മുതിർന്ന അംഗം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. UDFലെയും NDAയിലെയും അംഗങ്ങൾ ഈശ്വരനാമത്തിലും LDF അംഗങ്ങൾ ദൃഢപ്രതിജ്ഞയുമാണ് എടുത്തത്. പഞ്ചായത്ത് അക്കൗണ്ടന്റ് സെമീന ഉസ്മാൻ ഫരീദ് നന്ദി പറഞ്ഞു. തുടർന്ന് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ മുതിർന്ന അംഗത്തിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. 27-ാം തീയതി ശനിയാഴ്ച പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കും. പഞ്ചായത്ത് രൂപീകരണത്തിന് ശേഷം ഇടതുപക്ഷം മാത്രം ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ 4.5 പതിറ്റാണ്ടിന് ശേഷം തിരിച്ചുപിടിച്ച് വമ്പൻ അട്ടിമറി നടത്തിയ ഐക്യജനാധിപത്യ മുന്നണി ആകെയുള്ള 21 വാർഡിൽ 9 സീറ്റ് നേടിയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. LDF 7 സീറ്റും BJP 4 സീറ്റും SDPI 1 സീറ്റും സ്വന്തമാക്കിയിരുന്നു. ഇതിൽ SDPI ആദ്യമായിട്ടാണ് പഞ്ചായത്തിൽ അക്കൗണ്ട് തുറക്കുന്നത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 19 വാർഡുകളിൽ 10 LDFും 8 UDFും 1 സ്വതന്ത്രനുമാണ് വിജയിച്ചത്. LDF, UDF അംഗങ്ങൾ നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് പഞ്ചായത്തിലെത്തിയത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം കൊടുമ്പിൽ മുരളിയാണ് ആദ്യ സത്യപ്രതിജ്ഞ ചൊല്ലിയത്. റിട്ടേണിംഗ് ഓഫീസർ അർച്ചന വിശ്വനാഥ് കൊടുമ്പിൽ മുരളിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റംഗങ്ങൾക്ക് കൊടുമ്പിൽ മുരളി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുൻ ഭരണസമിതികളിലെ അംഗങ്ങളായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന ബിന്ദു ഗിരീഷ്, മെമ്പറായിരുന്ന റിജി ജോർജ്, 2015 കാലഘട്ടത്തിലെ പ്രസിഡന്റായിരുന്ന മീന ശലമോൻ, വൈസ് പ്രസിഡന്റായിരുന്ന കക്കാട്ട് ഗോവിന്ദൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന NK കബീർ എന്നിവരും ഈ ഭരണസമിതിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കക്കാട്ട് ഗോവിന്ദൻകുട്ടി 1ാം വാർഡിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിച്ചാണ് വിജയിച്ചത്. 2ാം വാർഡിൽ രാജി സോമൻ, 3ാം വാർഡിൽ ആനി ടീച്ചർ, 4ാം വാർഡിൽ KV ഷൈബു, 5ാം വാർഡിൽ ഷീജ ആനന്ദൻ, 6ാം വാർഡിൽ മീന ശലമോൻ, 7ാം വാർഡിൽ VV വിവേക്, 8 MR സജിത, 9ാം വാർഡിൽ പ്രഭിത ബാലകൃഷ്ണൻ, 10ാം വാർഡിൽ TA ആഷിഖ്, 11ാം വാർഡിൽ ബിന്ദു ഗിരീഷ്, 12ാം വാർഡിൽ സതീഷ് കുമാർ, 13ാം വാർഡിൽ കൊടുമ്പിൽ മുരളി, 14ാം വാർഡിൽ നീതു പ്രകാശ്, 15ാം വാർഡിൽ ഫ്രിജോ വടക്കൂട്ട്, 16ൽ റിജി ജോർജ്, 17ൽ MV വിജീഷ്, 18ൽ ഷാജി വർഗീസ്, 19ാം വാർഡിൽ NK കബീർ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. കൊടുമ്പിൽ മുരളിയുടെ അധ്യക്ഷതയിൽ അംഗങ്ങൾ ആദ്യ യോഗം ചേർന്നു. പഞ്ചായത്ത് സെക്രട്ടറി ഗോകുൽ കൃഷ്ണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പോർക്കുളം പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുത്ത പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പാറയമ്പാടം ചോയ്സ് ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. ഞായറാഴ്ച രാവിലെ 10-ന് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി ലിൻസ് ഡേവിഡ് പുതിയ അംഗങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. തുടർന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് വരണാധികാരി KP യേശുദാസ് മുതിർന്ന അംഗവും 8ാം വാർഡ് മെമ്പറുമായ K ഉണ്ണികൃഷ്ണന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് 1 മുതൽ 14 വരെയുള്ള വാർഡുകളിൽ നിന്നും വിജയിച്ചെത്തിയ അംഗങ്ങൾക്ക് യോഗാധ്യക്ഷനും 8ാം വാർഡ് മെമ്പറുമായ K ഉണ്ണികൃഷ്ണൻ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും വിജയിച്ച അംഗങ്ങളുടെ കുടുംബാംഗങ്ങളും പൊതുജനങ്ങളും പങ്കെടുത്തു. 1 പതിറ്റാണ്ടിന് ശേഷം ഭരണം തിരിച്ചുപിടിച്ച UDF
ആകെയുള്ള 14 വാർഡിൽ 8 വാർഡുകളിലും വിജയിച്ച് തിളക്കമാർന്ന നേട്ടമാണ് സ്വന്തമാക്കിയത്. കഴിഞ്ഞ 2 തവണ ഭരണത്തിലിരുന്ന LDF 5 സീറ്റിൽ ഒതുങ്ങി. BJP സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയും ചെയ്തു. കടപ്പുറം പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സ്ഥാനമേറ്റു. പഞ്ചായത്ത് സമുച്ചയത്തിൽ വെച്ച് റിട്ടേണിംഗ് ഓഫീസർ ബിന്ദു ഫ്രാൻസിസ് മുതിർന്ന അംഗം 7ാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഉമർ ഹാജിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി CM സുഹാസ് സ്വാഗതം പറഞ്ഞു. തുടർന്ന് ഉമർ ഹാജി വാർഡ് 1 മുതൽ ഉള്ളവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. UDF അംഗങ്ങളിൽ ഒരാൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അള്ളാഹുവിന്റെ നാമത്തിലും 1ാം വാർഡ് അംഗം രമണൻ ഈശ്വരനാമത്തിലും പ്രതിജ്ഞയെടുത്തു. LDF അംഗങ്ങൾ ദൃഢപ്രതിജ്ഞയെടുത്തു. BJP അംഗങ്ങൾ ഈശ്വരനാമത്തിൽ പ്രതിജ്ഞയെടുത്തു. വെറ്ററൻസ് അത്ലറ്റിക് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളത്ത് സംഘടിപ്പിക്കുന്ന 1ാം കേരള സ്റ്റേറ്റ് വെറ്ററൻസ് അത്ലറ്റിക്സ് മെഗാ ചാമ്പ്യൻഷിപ്പ് 2025 ഉദ്ഘാടനം നടന്നു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സിന്തറ്റിക് അത്ലറ്റിക് ഗ്രൗണ്ടിലാണ് മീറ്റ് നടക്കുന്നത്. സ്വർഗീയ ശ്രീദേവി നഗറിൽ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് N നാഗരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. VAF സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് V ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി KGS കുമാർ, VAFI പ്രസിഡന്റ് ഡോക്ടർ റംനാഥ, ജോയിന്റ് സെക്രട്ടറി വേണുഗോപാൽ, ദയ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് MD VK അബ്ദുൾ അസീസ്, ധനലക്ഷ്മി ബാങ്ക് ലിമിറ്റഡ് DGM MP ശ്രീകുമാർ, അത്ലറ്റിക് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ KS ഹരിദയാൽ, അഡ്വക്കേറ്റ് റോബ്സൺ പോൾ, P ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 14 ജില്ലകളിൽ നിന്നായി 30 വയസ്സിനും 100 വയസ്സിനും ഇടയിലുള്ള 500ഓളം പുരുഷ വനിതാ കായിക താരങ്ങളാണ് 2 ദിവസങ്ങളിലായി നടക്കുന്ന അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുന്നത്. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് ക്രിസ്മസ് കരോൾ കഴിഞ്ഞു വരികയായിരുന്ന സംഘം സഞ്ചരിച്ച കാർ മറ്റൊരു കാറിലിടിച്ച് തോട്ടിലേക്ക് മറിഞ്ഞ് 5 പേർക്ക് പരിക്കേറ്റു. എളവള്ളി സ്വദേശികളായ കോടങ്ങോട്ട് അഭയ്, കുഴങ്ങരയില്ലത്ത് ഫാദിൽ, സഹോദരൻ ഷിഹാസ്, പയ്യോളിപ്പാട്ടിൽ അനിരുദ്ധ്, എളവള്ളി വീട്ടിൽ അസ്ലം എന്നിവർക്കാണ് പരിക്കേറ്റത്. ബ്രഹ്മകുളം റെയിൽവേ ഗേറ്റിന് സമീപം പുലർച്ചെ 12:30ഓടെയായിരുന്നു അപകടം. എളവള്ളിയിൽ നിന്ന് കരോൾ കഴിഞ്ഞ് ഗുരുവായൂരിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നതിനിടെയായിരുന്നു അപകടം. വളവ് തിരിയുന്നതിനിടെ എതിരെ വന്ന കാറിൽ ഇടിച്ച് തോട്ടിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ എക്സ് പ്രവർത്തകർ പാവർട്ടി സെന്റ് ജോൺസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. ചാവക്കാട് നഗരസഭയിൽ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായി LDF അംഗങ്ങൾ KP വത്സലൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. കോട്ടപ്പുറം സെന്ററിൽ നടന്ന ചടങ്ങിൽ NK അക്ബർ MLA പുഷ്പചക്രം സമർപ്പിച്ചു. ഏരിയ അംഗങ്ങളായ AH അക്ബർ, MR രാധാകൃഷ്ണൻ, ഷീജ പ്രശാന്ത്, KK മുബാറക്, CPM മണത്തല ലോക്കൽ സെക്രട്ടറി AA മഹേന്ദ്രൻ, ഫിറോസ് തൈപ്പറമ്പിൽ, KH സലാം, KM അലി തുടങ്ങിയവർ സംബന്ധിച്ചു. കരിക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ പുകഴ്ച പെരുന്നാളിനും ഇടവകയുടെ 64ാം വാർഷിക പെരുന്നാളിനും കൊടിയേറി. ഡിസംബർ 25, 26 തീയതികളിലായാണ് പെരുന്നാൾ ആഘോഷം. ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്കും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ കുരിശിങ്കൽ ധൂപപ്രാർത്ഥനയ്ക്കും ശേഷം ഇടവക വികാരി ഫാദർ മാത്യൂസ് വർഗീസ് കുളക്കാട്ടിൽ പെരുന്നാൾ കൊടിയേറ്റം നടത്തി. 25-ന് വൈകിട്ട് 6:30-ന് സന്ധ്യാനമസ്കാരം, 7:30-ന് കൊടിയും സ്ലീബയും ആശീർവാദവും തുടർന്ന് ദേശക്കാരുടെ ആഘോഷങ്ങളും നടക്കും. 26-ന് രാവിലെ പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന, കൈമുത്തു നേർച്ച, ഉച്ച മുതൽ ദേശക്കാരുടെ ആഘോഷങ്ങൾ എന്നിവയും 4:45-ന് പ്രദക്ഷിണം, തുടർന്ന് ആശീർവാദത്തിന് ശേഷം പൊതുസദ്യയോടെ പെരുന്നാളിന് സമാപനമാകും. ശുശ്രൂഷകൾക്ക് കുന്നംകുളം ഭദ്രാസനത്തിലെ വൈദികർ കാർമ്മികത്വം വഹിക്കും. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ മാത്യു വർഗീസ്, കൈക്കാരൻ CC സണ്ണി, സെക്രട്ടറി CS സ്റ്റാൻലി എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചെമ്മന്തിട്ട യൂണിറ്റ് കൺവെൻഷൻ നടത്തി. പഴുന്നാന LH ഹാളിൽ ഒരുക്കിയ സിന്ധു മണികണ്ഠൻ നഗറിൽ നടന്ന കൺവെൻഷൻ AKTA ജില്ലാ വൈസ് പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ജലജ രവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രമ്യ അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ബിജി ജോൺസൺ വാർഷിക റിപ്പോർട്ടും ട്രഷറർ
വിജയശ്രീ സേതുമാധവൻ വരവ് ചെലവ് കണക്കുകളും ഏരിയ സെക്രട്ടറി ഹേമ ബാലചന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ, യൂണിറ്റ് അംഗങ്ങളായ സാബിറ, ആരിഫ, നിത്യ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ചെമ്മന്തട്ടയിൽ സംഘടനാ യൂണിറ്റ് രൂപീകരിച്ചുകൊണ്ട് സംഘടനയ്ക്ക് വേണ്ടി ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്ന മുൻ യൂണിറ്റ് സെക്രട്ടറി ഡെയ്സി ജോയിയെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് മൊമന്റോ നൽകി ആദരിച്ചു. ഡെയ്സി ജോയ് ആദരവിന് നന്ദി പ്രകാശിപ്പിച്ചു. കടപ്പുറം തൊട്ടാപ്പ് പുളിഞ്ചോടിന് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന പരേതനായ പുതു ശങ്കരൻ ഭാര്യ ജാനകി നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം കടപ്പുറം ഗ്രാമപഞ്ചായത്ത് ശ്മശാനത്തിൽ നടത്തി. അഭിമന്യു, വത്സൻ, രമ, രതി എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.